നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് പൊതുവെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. പല പോഷകങ്ങളും അടങ്ങിയ ഒന്നാണിത്. ബദാം, വാൾനട്ട്സ്, ഉണക്കമുന്തിരി, നിലക്കടല, പിസ്ത, കശുവണ്ടിപ്പരിപ്പ് തുടങ്ങിയവ പലതും ഈ ഗണത്തിൽ പെടുന്നവയാണ്. ഇവ കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാലേ ഗുണം ലഭിക്കൂവെന്നതും ഏറെ പ്രധാനമാണ്. എന്നാൽ മാത്രമേ ആരോഗ്യകരമാണെങ്കിലും ഇവ ശരീരത്തിന് വേണ്ട ഗുണം നൽകൂ. ഇതിലെ പോഷകങ്ങൾ ശരീരത്തിന് വലിച്ചെടുക്കുവാൻ സാധിക്കൂ. പ്രധാനമായും ബദാം പോലുള്ളവ കുതിർത്ത് കഴിക്കുന്നതാണ് നല്ലതെന്ന് കേട്ടുകാണും. ഇതുപോലെ എല്ലാ നട്ട്സും കുതിർത്തി കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ബദാം പോലുള്ളവ കുതിർത്തി കഴിക്കുന്നത് ഇതിലെ ഫൈറ്റിക് ആസിഡ് എന്ന ഘടകം നീക്കുവാൻ നല്ലതാണ്. ഫൈറ്റിക് ആസിഡ് ശരീര പോഷകങ്ങൾ വലിച്ചെടുക്കുന്നത് തടയാൻ ഇടയാക്കുന്ന ഒന്നാണ്. വെള്ളത്തിൽ ഇട്ട് കുതിർത്തുമ്പോൾ ഫൈറ്റിക് ആസിഡ് നീങ്ങുന്നു. ഇതിലൂടെ പോഷകങ്ങൾ ശരീരത്തിന് നല്ല രീതിയിൽ വലിച്ചെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ കശുവണ്ടിപ്പരിപ്പ്, പിസ്ത എന്നിവയിൽ ഫൈറ്റിക് ആസിഡ് തീരെ കുറവാണ്. ഇതിനാൽ ഇത് കുതിർത്തേണ്ട കാര്യമില്ല. അതേസമയം ബദാം, വാൾനട്ട്സ് എന്നിവ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്കുന്നതാണ് നല്ലത്. കാരണം ഇവയിലെ തൊലിക്കടിയിലാണ് കൂടുതൽ പോഷകങ്ങളുള്ളത്. എന്നാൽ എല്ലാ നട്ട്സും ഇതുപോലെ കുതിർത്തേണ്ട കാര്യവുമില്ല. ഫൈറ്റിക് ആസിഡ് അടങ്ങിയവ മാത്രമേ ഇതുപോലെ കുതിർത്തേണ്ട കാര്യമുള്ളൂ. ബദാമിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വാൾനട്ട്സിലും ഇത് അടങ്ങിയിട്ടുണ്ട്. ഇതിനാൽ ഇവ രണ്ടും വെള്ളത്തിലിട്ട് കുതിർത്തുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് ശരീരത്തിന് അവ എളുപ്പത്തിൽ ദഹിപ്പിക്കുവാനും പോഷകങ്ങൾ വലിച്ചെടുക്കുവാനും സഹായിക്കുന്നു. അതേസമയം ഫൈറ്റിക് ആസിഡ് അടങ്ങാത്ത നട്ട്സ് ഇതുപോലെ കുതിർത്തേണ്ട കാര്യവുമില്ല. ഉണക്കമുന്തിരിയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്തുമ്പോൾ ഇവയുടെ ഗുണം ഇരട്ടിയാക്കുന്നു. ഉണക്കമുന്തിരിയിലെ മിനറലുകളും ധാതുക്കളുമെല്ലാം കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്നു. ഇതിലെ പോഷകങ്ങൾ ശരീരത്തിന് ലഭിക്കുന്നു. ഇതിനാൽ ഇവയും കുതിർത്തി കഴിക്കുന്നതാണ് ഗുണം നൽകുന്നത് എന്നും പറയാം.